ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റു. മോനുകുട്ടനും മുത്തു എണീറ്റിട്ടില്ല. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഹുസോയൊക്കെ പ്രാപിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് കുർബാന സ്വീകരിക്കണം. മോനുകുട്ടനെ ഒരു വിധത്തിലൊന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മുത്ത് കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി പള്ളിയിൽ പോവാണ്. ഇന്ന് രാവിലെ എന്തായാലും മഴക്കോളൊന്നുമില്ല, നല്ല വെയിലുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. മഴയാണെങ്കിലാണ് നമുക്ക് പള്ളിയിൽ പോകാനൊക്കെ പ്രയാസം. അപ്പോൾ ഞങ്ങൾ പോകാനൊരുങ്ങുവാണ്. മോനുകുട്ടനും എഴുന്നേറ്റു, പല്ലേക്കാൻ അങ്ങോട്ട് പോയി. മുത്തപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് കുർബാന സ്വീകരിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒന്നും കഴിക്കുന്നൊന്നുമില്ല, ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ചായയും കൂടി കുടിക്കാതെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത് ചൊവ്വാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദത്തിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, ഒരു ഒച്ചയടപ്പൊക്കെ ഉണ്ട്. കാരണം ഞായറാഴ്ച നമ്മളിവിടെ ഇത്തിരി പൊടിയൊക്കെ അടിച്ച് ജോലിയായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒച്ചയടപ്പുണ്ട്. അതാണ് ഇങ്ങനെ ഒരുമാതിരി ബറബറ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി. ഞങ്ങൾ പള്ളിയിൽ പോയി. മോനുകുട്ടനെ സൺഡേ സ്കൂളിന് ഇരുത്തിയിട്ട് ജാനിക്കുട്ടിയുടെ അവിടെ ഒന്ന് കയറിയിട്ടിങ്ങി പോരും. കാരണം ഇവിടെ കുറേ ജോലികളൊക്കെ ഉണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. കുറേ തുണികൾ കഴുകിയതൊക്കെ നമുക്ക് ഉണക്കി പെറുക്കി എടുത്ത് മടക്കിയൊക്കെ വെക്കാനുണ്ട്. പിന്നെ കുറേ കഴുകാനും ഉണ്ട്. പിന്നെ മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ബാഗ് പൊടിയൊക്കെ തട്ടി ഒന്ന് എടുക്കണം, എൻ്റെ മോനുകുട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പണികളുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ജാനിക്കുട്ടിയുടെ അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങ് പോരും. ഇന്നിപ്പോൾ പകൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അത്യാവശ്യം ചെയ്ത് തീർക്കാനുള്ളതൊക്കെ തീർത്ത് വയ്ക്കണം. ഇന്ന് വെയിലൊക്കെ ഉണ്ടതുകൊണ്ട് നമ്മൾ നേരെ പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ സ്വീകരിച്ച് നേരെ ജാനിക്കുട്ടിയുടെ അവിടോട്ടൊന്ന് കയറി. ആ ആ ആ കൊള്ളാം. കുഞ്ഞോ കുഞ്ഞോ, മാമിച്ചി തരാമോ? മാമിച്ചി തരാമോ? തരാം. ആ എൻ്റെ പൊന്നോൻ തരും. എൻ്റെ പൊന്നോ എത്തോ, എൻ്റെ പൊന്നോ എത്തോ, എൻ്റെ പൊന്നോ എത്തോ, ഓടിച്ചോ. വണ്ടി ദൈവമേ, ഡ്രൈവർ രക്ഷപ്പെട്ടു. വണ്ടി കൊക്കയിലോട്ട് പറഞ്ഞു, ഡ്രൈവർ രക്ഷപ്പെട്ട്. അയ്യോ അയ്യോ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അയ്യോ. ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ജാനിക്കുട്ടി തൻ്റെ ചായയും കൊണ്ട് വന്നു. കുക്കു ആ ചായ ഇട്ടത്. പിന്നെ അവിടെ പുട്ടും ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടും പഴമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് കഴിച്ചു. മുത്തിനാദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് വലിയ ജാട ഇട്ടെങ്കിലും പിന്നെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോരുന്നു. ഇനിയിപ്പോഴാണ് നമ്മുടെ അംഗം തുടങ്ങുന്നത്. മൊത്തം പൊടി പിടിച്ച് ഒരുമാതിരി കോലത്തിലിരിക്കുവാണ്. ബാഗൊക്കെ സൂചിച്ചിട്ട് എടുക്കുന്ന ഒരു ബാഗ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്ന 2 ബാഗുകളാണ്. അത് മൊത്തം മാറാല പിടിച്ചിരിക്കുവാണ്. നമ്മൾ അലമാരിയുടെ മുകളിൽ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ പെട്ടിയിൽ വിശിഷ്ടമായ ചില സാധന സാമഗ്രികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുത്ത് ആദ്യമായിട്ടിട്ട പൈജാമയും കുർത്തിയുമാണ് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ ക്രീം കളറിലുള്ളത് കേട്ടോ. പിന്നെ ആ ബ്ലൂ കളർ എൻ്റെ കല്യാണ നിശ്ചയത്തിൻ്റെ സാരിയുടെ ബ്ലൗസാണ്. പിന്നെ മന്ത്രകൂടി. പിന്നെ ഉള്ളത് മുത്തുമണി ജനിക്കുമ്പോൾ ഉള്ള മെത്തയുടെ കവറാണ് കേട്ടോ. ഈ മെത്ത കവർ കുറേ വർഷങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചതാണ്. മുത്ത് ആ മെത്തയിലാണ് കിടന്ന് എല്ലാ കസർത്തും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമയിലെ ഉർവശിയെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക കേട്ടോ. നിശ്ചയത്തിൻ്റെ സാരി ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉടുത്ത് നോക്കാറൊക്കെ ഉണ്ട്. പക്ഷെ മന്ത്രകോടി നമുക്ക് അങ്ങനെ ഉടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മന്ത്രകോടി കല്യാണത്തിന് ഉടുത്തതിന് ശേഷം പിന്നെ അത് ഉടുക്കുന്നത് പ്രസവത്തിന് വിളിക്കുന്ന ചടങ്ങിൻ്റെ അന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉടുക്കുന്നത് നമ്മുടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ ഈ മന്ത്രകോടിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണ് കിടക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് അതിനകത്ത് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് അതൊക്കെ എടുത്ത് വീണ്ടും അതിനകത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ മോനുകുട്ടൻ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന ദിവസം മോനുകുട്ടൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ക്ലീനിങ് ആണ് കേട്ടോ. മുറ്റം തൂപ്പും തുടപ്പും ഒക്കെയാണ് അവന് ഇഷ്ടമുള്ള ജോലികൾ. അപ്പോൾ നമ്മൾ മഴ പെയ്ത് ഇവിടെ എല്ലാം പായൽ പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്ന് വെയിലുള്ളത് കൊണ്ട് ഞാൻ എല്ലായിടത്തും കുറേ ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പം വാഷിംഗ് മെഷീനകത്ത് ഇടാൻ പറ്റാത്ത കുറേ തുണികളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ എടുത്ത് കഴുകാമെന്ന് വിചാരിച്ചു.
പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ കുറേ കഴുകാനുണ്ട്. അതെല്ലാം പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്ന 2-3 ജോഡി ചെരുപ്പുണ്ട്. എൻ്റെ ഉണ്ട്, മോനുകുട്ടൻ്റെ ഉണ്ട്, മുത്തിൻ്റെ. അവനെല്ലാം വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ തുണികളെല്ലാം അത്യാവശ്യമുള്ളതെല്ലാം വെളിയിലിട്ട് കഴുകേണ്ടതെല്ലാം കഴുകി. കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ മുറിക്കുന്ന കാര്യം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു. ഇതാണ് ഒരെണ്ണം, നമ്മുടെ അടുക്കള വശത്ത് നിന്നിരുന്നതാണ് കേട്ടോ. അതൊക്കെ വെട്ടി തടിയെല്ലാം അവർ കൊണ്ടുപോയി ഇലച്ചിലൊക്കെ അവിടെ കോതിയിട്ടിരിക്കുകയാണ്. അതൊക്കെ അമ്മ വിറകിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ 2 ജോഡി ചെരുപ്പും മോനുകുട്ടൻ്റെ ഷൂ ഒക്കെയാണ്. ഷൂ ഒന്നും കഴുകിയെടുക്കാൻ പറ്റിയില്ല, കാരണം അത് മൊത്തം കരിമ്പനടിച്ച പോലെ ആയിപ്പോയി. അതിൻ്റെ വെള്ള ഭാഗത്തെല്ലാം കരിമ്പനടിച്ച് കറുത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അത് തേച്ച് കഴുകിയിട്ടൊന്നും ശരിയായില്ല. അത് പിന്നെ അങ്ങ് മാറ്റി വെച്ചു. ബാക്കി ചെരുപ്പുകളെല്ലാം കഴുകി റെഡിയാക്കി വെയിലത്തൊക്കെ കൊണ്ടുവച്ച് ഉണക്കി എടുത്ത് വെച്ചു. ഞാനിതൊന്നും മോനുകുട്ടനോട് പറഞ്ഞതല്ല കേട്ടോ. ചെരുപ്പൊന്നും കഴുകാൻ മോനുകുട്ടനോട് പറഞ്ഞതല്ല. അവൻ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലികളാണ്. ചെയ്യണ്ടെന്നെങ്ങാനും പറഞ്ഞു പോയാൽ ഭയങ്കര ദേഷ്യവും വിഷമവുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത്യാവശ്യം അവന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്തോട്ടെ എന്ന് ഞാനങ്ങോട്ട് വിചാരിക്കും. പിന്നെ ഇവിടെ മുത്ത് കുറേ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് കഴുകണമെന്നുണ്ട്, പക്ഷേ നടക്കുമോയെന്നറിയത്തില്ല. കാരണം നമുക്ക് ഈ ഇവിടുത്തെ അല്ലാതെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വണ്ടി കഴുകാനൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും അവൻ്റെ ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് വല്ലതും കഴിക്കണം. പക്ഷേ ഞാൻ ഒന്നും വെച്ചില്ല, അടുക്കളയിൽ കയറിയതേ ഇല്ല. കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് തിളപ്പിച്ച് റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ ചോറിനാൻ പോയിട്ടോ. ചോറിൻ്റെ കൂടെ കറികളൊക്കെ കണ്ടാൽ വിശാലമായ കറികളാണ് ഇന്ന്. നമ്മുടെ ക്യാരറ്റ് കറിയും പിന്നെ ഇത്തിരി മുളക് ചമ്മന്തിയും. ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ കറികൾ കേട്ടോ. അപ്പോൾ മോനുകുട്ടൻ ഇച്ചിരി ചോറ് വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മുത്തിന് വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞാലും ഞാൻ 2-3 ഉരുളയൊക്കെ അങ്ങോട്ട് കൊടുത്തു. വേണോ മോനുകുട്ടൻ? കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയതാട്ടോ. മുത്തിൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചേക്കുമായിരുന്നു, ഷർട്ടൊക്കെ. അത് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മോനുകുട്ടനും കൂടെ ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ മുത്ത് തുണി കഴുകുന്ന സമയം കൊണ്ട് എനിക്കൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അന്നത്തെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതെല്ലാം എഡിറ്റ് ചെയ്തു. അത് കുറച്ച് നേരത്തെ പണിയും കഷ്ടപ്പാടും ഒക്കെയാണ്. ഞാനപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഉറക്കം വന്നു, പക്ഷേ ഉറങ്ങിയില്ല. ജോലി കിടക്കുന്നത് കൊണ്ട് ഉറങ്ങിയില്ല. അപ്പോഴത്തേക്ക് അമ്മ അങ്ങോട്ട് വന്നു. കുറച്ച് പഴുത്ത ചക്കയും കൊണ്ടാണ് വന്നത്. അമ്മ ചക്ക വേവിക്കുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അടർത്തിയ ചക്കയാണ്. അപ്പോൾ അത് പഴുത്തതായതുകൊണ്ട് അത് അടർത്തി പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുപോരുന്നതാണ്. പഴുത്ത ചക്കയും ചക്ക വേവിച്ചതും കപ്പയും ഒക്കെ കാണിച്ച് ഞാൻ കൊതിപ്പിക്കുവാണ്. അതുകൊണ്ട് വീഡിയോ കാണൽ നിർത്തുവാണ്. ഇനി എന്നും എവിടെ നിന്നാണ് പഴുത്തയൊക്കെ കിട്ടുന്നത് എന്നൊക്കെ കുറേ പ്രിയങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ പ്ലാവൊന്നുമില്ല. ഒന്നിൽ അമ്മയുടെ അടുക്കുന്ന, അല്ലെ മാമി ഒന്നും, അതും അല്ലെങ്കിൽ ഗോപികയുടെ അവിടുന്ന് പഴുത്തയൊക്കെയും ഒക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ചക്ക വേവിച്ചൊക്കെ തരുന്നത് അമ്മയാണ്. ഞാൻ അരിഞ്ഞ് വേവിക്കുന്നത് എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കത്തില്ല. പിന്നെ മാമിയോ അമ്മയോ ഒക്കെയാണ് കപ്പ വേവിക്കുന്നതും ചക്ക വേവിച്ചതും ഒക്കെ തരുന്നത്. എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ മോനുകുട്ടൻ ട്യൂഷന് പോവാണ്. ശനിയാഴ്ച ട്യൂഷൻ അവധിയായിരുന്നതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് 4:30 ട്യൂഷനുണ്ട്. മോനുകുട്ടൻ ട്യൂഷന് പോകാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ അമ്മ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനി മോനുകുട്ടൻ വരുമ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുക്കുവും കുഞ്ഞോനും ഒക്കെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ ഞങ്ങൾ അവരെ നോക്കി ഇരിക്കുമായിരുന്നു. മോനുകുട്ടൻ എങ്ങോട്ട് പോയാലും ചക്കരയുമ തന്നിട്ടാണ് പോകുന്നത്. അത് മുത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ചക്കരയുമൊക്കെ തന്നിട്ട് അവൻ ട്യൂഷന് പോയി. പിന്നെ ഞാൻ കുറച്ച് കരിയിലൊക്കെ തൂത്ത് തീയിട്ടു. ഉച്ചക്കലത്തേടെ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയെങ്കിലും രാത്രിയിൽ വിശപ്പുണ്ടാകുമായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാം കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 പീസ് ചിക്കൻ്റെ കാല് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചുമ്മാ കുക്കർ ബിരിയാണി വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അതിനുള്ള പണിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും ഒക്കെ വന്നു. അപ്പോൾ ഞാനതങ്ങ് അടുപ്പയിലാക്കിയിട്ട് അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് ഞാൻ ജീര റൈസാണ് എടുത്തത്. അന്ന് മാമിയുടെ അടുക്കൽ കുക്കർ ബിരിയാണി വയ്ക്കുന്ന റെസിപ്പി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ ബസ്മതി റൈസ് ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചാണ് വെച്ചത്. പക്ഷേ ഒത്തിരി പേർക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് റെഡിയായൊന്നുമില്ല, അത് ഇത്തിരി കുഴഞ്ഞു പോയി. അപ്പം ഇന്ന് നമുക്കൊന്നുകൂടി നോക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ജീര റൈസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചൊന്ന് നോക്കാം. ഇടയ്ക്ക് ആദ്യം നമ്മളുണ്ടാക്കിയത് നല്ല അടിപൊളിയായിരുന്നു, അത് ജീര റൈസ് ആയിരുന്നു. രണ്ടാമത് ഞാൻ ബസുമതി വെച്ചപ്പോഴും ശരിക്കും റെഡിയായില്ലായിരുന്നു. അപ്പം ചായ ഇട്ടു. ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു മിച്ചർ പരിപാടി ചെയ്തതാണ്. അതെൻ്റെ പ്രിയങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പം ചായയും മിച്ചറും.
മോനുകുട്ടൻ അറിഞ്ഞില്ല ജാനിക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്ന കാര്യമേ. അങ്ങോട്ട് പോകണം, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇവർ വരുന്ന കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ ട്യൂഷന് പോകാൻ മടിച്ചേനെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. അപ്പം വരുന്ന ഉടനെ സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിച്ചർ ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു പാക്കറ്റ് മിച്ചർ മേടിച്ച് വെച്ചതാണ്. മോനുവിൻ്റെ മോന് കിടക്കത്തൊന്നുമില്ല അവിടെ. തന്നെ കിടക്കാൻ പേടി. എന്ത് വന്ന കാലയിൽ അങ്ങ് നിക്കുന്നു. എന്താ കഴിച്ചു? ചായ കുടിച്ചോ? ഒരു കിൻഡൽ തുണി കഴുകി ഉണക്കിയത് കട്ടിലിൽ വാരിയിട്ടേക്കുമായിരുന്നു. ഏതായാലും കുക്കു വന്നതുകൊണ്ട് അതെല്ലാം കുറേ എല്ലാം എടുത്ത് മടക്കി ഒതുക്കി വെച്ചു. ഇനി അതെല്ലാം ഒന്ന് എടുത്ത് അലമാരിയിലും വെക്കേണ്ടടുത്തൊക്കെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്തോട്ട് പോവാണ്. ഇവിടുന്ന് എനിക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് തന്നെയാണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചായിരുന്നു അമ്മ തന്നെയാണോ താമസിക്കുന്നത്. അമ്മ തന്നെയാണ്, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, പക്ഷേ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കത്തില്ല. ഇടയ്ക്ക് വന്നു പോയൊക്കെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രൈവസി ഉണ്ടല്ലോ ഏതൊരാൾക്കും. അപ്പോൾ പിന്നെ എന്നെങ്കിലും അമ്മയ്ക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കട്ടെ എന്നുള്ള ഇതിൽ വിട്ടുകൊടുത്തേക്കും കേട്ടോ. അപ്പോൾ സന്ധ്യയായി. ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കും പോകാൻ ഇറങ്ങിയതാണ്. മോനുകുട്ടനും മുത്തും കൂടെ അവരെ റോഡിലോട്ട് കൊണ്ടാക്കാൻ പോയത് കേട്ടോ. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞോ ഇപ്പം ടാറ്റയൊക്കെ തരും. അച്ചാച്ചാന്ന് വിളിക്കും. ഞാൻ ടാറ്റ കൊടുക്കാമേ. കുഞ്ഞോ ടാറ്റ. ആ ആ ആ ആ അങ്ങനെ ഒരു ഞായറാഴ്ച സന്ധ്യയായി. അവരങ്ങ് പോയി. ഞങ്ങൾ പിന്നെ സന്ധ്യയ്ക്ക് തിരിയൊക്കെ കത്തിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി ജോലികളിലേക്ക് പ്രവേശിച്ചു. തുണിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായിരുന്നതെടുത്ത് കഴിച്ചു. ഇന്നത്തെ അത്താഴം അതാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. പതിവ് പോലെ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം, സന്തോഷത്തോടെ ഇരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ചക്കര മുത്തുമണികൾക്കെല്ലാം ചക്കര ഉമ്മ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.